അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തി അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ ഇന്ന് രണ്ട് വിഷയമാണ് ഈ ഒരു വീഡിയോനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എന്തുകൊണ്ടാണ് അബ്ദുറഹീമിനെ ഇതുവരെയായിട്ടും ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ടില്ല എന്നുള്ള വിഷയത്തിലാണ്. മറ്റൊരു വിഷയം, അബ്ദുറഹീമിൻ്റെ മോചനത്തിൻ്റെ ഇനി അടുത്ത സിറ്റിംഗ് എപ്പോഴാണ് അവിടെ കോടതിയിൽ സിറ്റിംഗ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ തുടരെ ഈ വീഡിയോ കണ്ടു നോക്കുക. അബ്ദുറഹീമിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ. ലോകം മൊത്തമായിട്ടും അല്ലെങ്കിൽ കർണാടക മൊത്തമായിട്ടും അങ്ങ് പ്രചരിച്ച ഒരു ആളാണ് അബ്ദുറഹീം. ജയിലിൽ തന്നെ കഴിയുന്നത് 17-18 വർഷത്തോളം ആയി അല്ലേ അവിടെ തന്നെ കഴിയുന്നത്. അങ്ങനെ അവസാനമായിട്ട് 2024 ഏപ്രിൽ 15-ാം തീയതിയാണ് അവിടെ ശിക്ഷ വിധിക്കുന്നത്, അല്ലെങ്കിൽ തൂക്കുകയർ കയറ്റണമെന്നുള്ള ഇത് വരുന്ന സമയത്താണ് ജനുവരി 24-ാം തീയതി ജനുവരി അല്ല, ഏപ്രിൽ 2024 15-നാണ് അവിടെ കോർട്ടിലേക്ക് ഒരു സബ്മിഷൻ നടക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല, നഷ്ടപരിഹാരം കൊടുക്കാമെന്ന്. അങ്ങനെ 40 കോടി രൂപ വരെ ഉണ്ടാക്കി കേരളയും, കൂടുതലായിട്ട് പറയാനുള്ളത് കേരളം തന്നെയാണ്. കേരളത്തിൻ്റെ ആൾക്കാരാണ്, അധികമായിട്ടും മലയാളികളാണ് അതിൽ പണം ഉണ്ടാക്കി കൊടുത്തത്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇനി അബ്ദുറഹീമിൻ്റെ മോചനവുമായി സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും പുറത്ത് ഇറക്കുന്നില്ല, അല്ലെങ്കിൽ ജയിലിൽ തന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ അറിയുന്ന ആളാണ് ഇപ്പോൾ അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തി. എന്ന് വെച്ചാൽ അബ്ദുറഹീമിൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് എല്ലാവരും അങ്ങോട്ട് നോട്ടമിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനു മുമ്പും അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ ആ കുടുംബം സമാധാനപ്പെടുകയും കുടുംബം അങ്ങ് ആ വിഷയത്തെ വിട്ടുകളയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ അബ്ദുറഹീമിൻ്റെ വിഷയമല്ലാത്ത വിഷയത്തിലും. പക്ഷേ അവിടുത്തെ കോടതിയാണെങ്കിൽ, അവിടുത്തെ നിയമമാണെങ്കിലും അതിനെ വെറുതെ അങ്ങ് വിടുന്നില്ല. അവർ ഇനി ഒരു സംഭവം ഇത്തരത്തിലുള്ള നടക്കാൻ പാടില്ല എന്ന രീതിയിൽ അതിനെ നല്ല രീതിയിൽ അവർ സൂക്ഷിച്ച് അതിൻ്റെ കേസൊക്കെ സ്റ്റഡി ചെയ്ത് അവസാനമായിട്ടാണ് അവർ വിടുന്നത്. അപ്പോൾ ഈ കുടുംബം വിട്ടത് കൊണ്ട് അവിടെ കോടതിയും അപ്പോൾ തന്നെ വിടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ഇതിന് മുമ്പും കുറേ കേസുകൾ അതുപോലെ പെൻഡിങ്ങിലുള്ളത്, ഇപ്പോൾ അടക്കം ജയിലിൽ തന്നെ കുടുംബം വിട്ടുകളഞ്ഞ കേസ് പോലും അവിടെ തന്നെ ഇപ്പോഴും നിലവിൽ കുറേ ആൾക്കാർ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നറിയില്ല. അപ്പോൾ ഈ ഒരു വിഷയം കൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ അറിയുന്ന അബ്ദുറഹീമിന് മാത്രമാണ്. പക്ഷേ നിരവധി ആൾക്കാർ, പല രാജ്യത്തിൽ നിന്ന്, പല കൺട്രിയിൽ നിന്ന് വന്ന ആൾക്കാർ അവിടെ ഇത്തരത്തിലുള്ള സംഭവം നടന്ന് ജയിലിൽ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുടുംബക്കാർ പറഞ്ഞതുകൊണ്ട് വിടണം, വിട്ടേ പറ്റൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് അവർ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷമേ വിടുകയുള്ളൂ. മറ്റൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വന്നത്, കഴിഞ്ഞ മാസം, അതായത് ഈ മാസം തന്നെ അല്ലേ. അപ്പോൾ ജനുവരി 15 തീയതിനാണ് ഒരു സിറ്റിംഗ് ഉണ്ടായത് അവിടെ കേസുമായിട്ട് ഇതുണ്ടായത്. ഇനി അടുത്തതായിട്ട് സിറ്റിംഗ് ഉള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫെബ്രുവരി 2-ാം തീയതിയാണ്. സൗദി ടൈം വെച്ചാൽ 8 മണിക്കാണ് ഫെബ്രുവരി 2-ാം തീയതി അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ അബ്ദുറഹീമിനെ വിടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയും അതിലുണ്ട്. അപ്പോൾ അബ്ദുറഹീമിനെ വിടണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ ആ ഒരു സെറ്റിങ്ങിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ടതായ പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാരെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിൻ്റെതായ ആൾക്കാരൊക്കെ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല 2-ാം തീയതി അബ്ദുറഹീമിനെ പുറത്തുവിടാനുള്ള നിയമം അവിടെ വരും എന്നുള്ളതിൽ യാതൊരു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം കുറേ സിറ്റിങ്ങിൽ ഇങ്ങനെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇൻഷാ അള്ളാ നമ്മളെല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ കണ്ണുനീരിനാണെങ്കിലും അള്ളാഹു ആ അബ്ദുറഹീമിനെ തിരിച്ച് നാട്ടിലേക്ക് വരാനും തൻ്റെ കുടുംബങ്ങളുടെ കൂടെ കഴിയാനും തൻ്റെ ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കാനും മിണ്ടാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൂടുതലായിട്ടും ഇതിൻ്റെ വിഷയത്തിൽ ഒന്നും പറയാനില്ല. ഇൻഷാ അള്ളാ നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ അന്ന് ആ ഒരു സമയത്ത് കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അതിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.